ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ, നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശമാണ്. വ്യഭിചാരം ചെയ്യുന്നവന് ശിക്ഷ ഏൽക്കാതിരിക്കില്ല എന്നുള്ള ശക്തമായ സന്ദേശം. മോശമായ സ്പർശനം, ചുംബനം, ആലിംഗനം, ഈശോ പറഞ്ഞ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീയെ പുരുഷനെ ആസക്തിയോടെ നോക്കുന്നവൻ ആ വ്യക്തിയുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞുവെന്ന്. വ്യഭിചാരം എന്ന പാപത്തിന് വലിയ ശിക്ഷയുണ്ടെന്ന് ബൈബിളിൽ നമുക്ക് ഒത്തിരിയേറെ സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ, എൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി കൗൺസിലിംഗ് ശുശ്രൂഷകളും മറ്റ് പല വ്യക്തികൾ പല ഷെയറിംഗ് ആയിട്ട് വരുമ്പോഴൊക്കെ ജോലി തടസ്സങ്ങളും വിവാഹ തടസ്സങ്ങളും കുടുംബ കലഹങ്ങളും പലവിധ പ്രശ്നങ്ങളും അതുമായി വരുന്ന ചിലർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു വെച്ച ചില വ്യഭിചാരം, ജഡിക പാപങ്ങൾ കർത്താവ് എടുത്ത് കാണിക്കാറുണ്ട്. ചിലപ്പോൾ വിവാഹത്തിന് മുമ്പ് ചെയ്തത് കെട്ടുകുമ്പസാരത്തിൽ പോലും കുമ്പസാരിച്ചിട്ടില്ല, ആ മേഖലകൾ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ വലിയ തടസ്സമായി പിന്നീട് ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ വിവാഹത്തിന് ശേഷം അവിഹിത ബന്ധങ്ങളിലൂടെ ചെയ്തത്. സ്നേഹമുള്ളവരെ, ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. 2 തളവാത രോഗികളെയാണ് പ്രധാനമായിട്ട് നമുക്ക് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കുക. അത് മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 4 പേര് ഒരു തളവാത രോഗി യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹത്തിന് തളവാതം പിടിപ്പെട്ടാൻ കാരണം അദ്ദേഹം ചെയ്തു വെച്ച ഈ പാപമാണെന്ന് അവിടെ വെളിപ്പെടുത്തുകയാണ്. പാപം ഒരു വ്യക്തിയെ തളർത്തിക്കളയും. അതുപോലെ തന്നെ യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷം തളവാതം പിടിപ്പെട്ട ഒരാളെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹവും ഇങ്ങനെ തളവാതം പിടിപ്പെട്ടു പോകാൻ കാരണം എന്താണെന്ന് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് അദ്ദേഹം ചെയ്ത പാപമാണെന്നാണ്. കാരണം സൗഖ്യം കിട്ടിയതിന് ശേഷം പിന്നീട് ആ രോഗിയെ കർത്താവ് ദേവാലയത്തിൽ വെച്ച് കണ്ടപ്പോൾ ഈശോ ചോദിച്ചു, കൂടുതലും മോശമായത് സംഭവിക്കാതിരിക്കാൻ നീ പാപം മേലിൽ ചെയ്യരുത്. ഒരു മുന്നറിയിപ്പ് കർത്താവ് കൊടുക്കുകയാണ്. യേശുവിൻ്റെ മുന്നറിയിപ്പിൽ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും, അവൻ തളവാതം പിടിപ്പെട്ട് ഈ 38 വർഷം കിടക്കാൻ കാരണം അവൻ ചെയ്തു വെച്ച ഏതൊക്കെയോ പാപങ്ങളാണ്. അങ്ങനെ വലിയ തകർച്ച കൊണ്ടുവരുന്ന പാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് വ്യഭിചാരം എന്ന പാപം. അതിൻ്റെ ശിക്ഷയെപ്പറ്റി സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 27 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വായിക്കാം. എല്ലാവരും ഉച്ചത്തിലൊന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക.
ഉടുപ്പ് കത്താതെ ഉടുപ്പ് കത്താതെ മാറിടത്തിൽ മാറിടത്തിൽ തീ കൊണ്ട് നടക്കാൻ തീ കൊണ്ടു നടക്കാൻ ആർക്ക് കഴിയും? ആർക്കു കഴിയും? അല്ലെങ്കിൽ അല്ലെങ്കിൽ കാല് പൊള്ളാതെ കാല് പൊള്ളാതെ കനലിന് മീതെ കനലിനു മീതെ നടക്കാൻ കഴിയുമോ? നടക്കാൻ കഴിയുമോ? അതുപോലെ അതുപോലെ അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അയൽക്കാരന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. ശിക്ഷയേൽക്കാതിരിക്കില്ല. വല്ലത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഇരുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഉണ്ടോ? അത് ശക്തമായ രീതിയിൽ വചനം പഠിപ്പിക്കുകയാണ്. അയൽക്കാരൻ്റെ ഭാര്യയെ പ്രാപിക്കുന്നവനും അവളെ സ്പർശിക്കുന്നവനും ശിക്ഷയേൽക്കാതിരിക്കില്ല. മരിക്കുന്നതിന് മുമ്പ് ശിക്ഷ കിട്ടിയിട്ടേ മരിക്കൂ. അത് ഒത്തിരി ദൈവാനുഭവത്തിൽ നിന്നാണ് അച്ഛനും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒത്തിരി മക്കളാണ് ഈ നാളുകളിൽ ഫോൺ സെറ്റ്സ് ആണ് ഈ കാലഘട്ടത്തിൽ വലിയൊരു തിന്മയായിട്ട് പറയപ്പെടുക. ഫോണിലൂടെ സ്വന്തം നഗ്നത കാണിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക, വീഡിയോ കോളിങ്ങിലൂടെ കാണിച്ചു കൊടുക്കുക, അയച്ചു കൊടുക്കുക. അങ്ങനെ വലിയ ഒരു പാപാവസ്ഥയിലൂടെയാണ് കുറേ മക്കൾ കടന്നു പോവുക. അവർക്കൊന്നും ശിക്ഷ ഏൽക്കാതിരിക്കില്ലെന്ന് ശക്തമായ വചനം പഠിപ്പിക്കുന്നുണ്ട്. സുഭാഷിത പുസ്തകം 6-ാം അധ്യായം 32-ാം തിരുവചനം നമുക്ക് ഏറ്റു പറയുന്നു, വ്യഭിചാരം ചെയ്യുന്നവന് വ്യഭിചാരം ചെയ്യുന്നവന് സുബോധമില്ല, സുബോധമില്ല. അവൻ തന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ശതങ്ങളും മാനഹാനിയുമാണ് അവന് ലഭിക്കുക. അവന്റെ അപമാനം തുടച്ചു മാറ്റപ്പെടുകയില്ല. മാറ്റപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അവന്റെ അപമാനം ഒരിക്കലും തുടച്ചു മാറ്റും. വലിയ മാനഹാനി, രോഗപീഠയാണ് അവൾക്ക് വ്യക്തിക്ക് വരാനിരിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് ശക്തമായി തന്നൊരു ശബ്ദ സന്ദേശമാണ്. വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിൽ 18 മുതലുള്ള തിരുവചനങ്ങളിൽ പ്രധാനമായിട്ട് എടുത്തു പറയുകയാണ്, പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾ കർപ്പിച്ചത് ഭക്ഷിക്കാനും എൻ്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജെസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. ഈ വചനഭാഗം കർത്താവ് ഒരു ശബ്ദ സന്ദേശമായി തരികയാണ്. അപ്പോൾ വ്യഭിചാരം ചെയ്ത ജെസബലിന് ദൈവം കൊടുത്ത ശിക്ഷ, അവളെ ദൈവം രോഗശയ്യയിലേക്ക് തള്ളിയിടുകയാണ്. ശയ്യ എന്ന് വെച്ചാൽ കിടക്കുക. കിടക്കാൻ ഇഷ്ടമുള്ളവരെയൊക്കെ ദൈവം കിടത്തിക്കളയുന്ന പറയുക. വ്യഭിചാരം ഉൾപ്പെടെയുള്ള ജഡിക പാപങ്ങൾ കിടന്നുകൊണ്ടുള്ള പാപങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ കിടക്കാനാണോ നിനക്ക് കൂടുതൽ ഇഷ്ടം? ഒത്തിരി മക്കളാണ് ഈ പാപം ചെയ്തുകൊണ്ടിരിക്കുക. അവരെയൊക്കെ ദൈവം ഏതെങ്കിലും വിധത്തിൽ രോഗ അവസ്ഥയിൽ കിടത്തിക്കളയുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനി അതിൽ നിന്നൊരു മോചനം കിട്ടണമെങ്കിലോ തെറ്റുകൾ തിരുത്തി അനുതാപത്തോടെ ദൈവം തരുന്ന അവസരം ഉപയോഗിച്ച് കുമ്പസാരിച്ച് ആ പാപവും പാപ സാഹചര്യവും വ്യക്തികളെയും കട്ട് ഓഫ് ചെയ്താൽ മാത്രമേ ഈ മേഖലയിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ വർഷിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഈ മേഖലയിലുള്ള ഏതെങ്കിലും ഈ വ്യഭിചാര ദുർഭൂതം നമ്മിലോ നമ്മുടെ കുടുംബാംഗങ്ങളിലോ വ്യക്തികളിലോ ഉണ്ടെങ്കിൽ ആ തിന്മ അവിടുന്ന് വിട്ടുപോകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനഭാഗം നമുക്ക് ഏറ്റുപറയാം. വെളിപാട് 2:18 മുതൽ തിരുവചനം എല്ലാവരും നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തിയത്തീറായിലെ സഭയുടെ ദൂതൻ എഴുതുക, അഗ്നിനാളം പോലെ മിഴികളും പിച്ചള പോലെ പാദങ്ങളുമുള്ള ദൈവസുതൻ അരുൾ ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികളും സ്നേഹവും വിശ്വാസവും ശുശ്രൂഷയും ദീർഘമായ സഹനവും ഞാൻ അറിയുന്നു. നിന്റെ അവസാന പ്രവർത്തനങ്ങൾ ആദ്യത്തേതിനേക്കാൾ മെച്ചപ്പെട്ടവയാണ്. എങ്കിലും നിനക്കെതിരായി എനിക്കൊന്ന് പറയാനുണ്ട്. പ്രവാചികയെന്ന് അവകാശപ്പെടുകയും വ്യഭിചാരം ചെയ്യാനും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ചത് ഭക്ഷിക്കാനും എന്റെ ദാസരെ പഠിപ്പിക്കുകയും വശീകരിക്കുകയും ചെയ്യുന്ന ജെസബൽ എന്ന സ്ത്രീയോട് നീ സഹിഷ്ണുത കാണിക്കുന്നു. അനുദപിക്കാൻ ഞാൻ അവൾക്ക് അവസരം നൽകി. എന്നാൽ അവൾ തന്റെ വ്യഭിചാരത്തെക്കുറിച്ച് അനുദപിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതാ ഞാൻ അവളെ രോഗശയ്യയിൽ
രോഗശയ്യയിൽ തള്ളിയിടുന്നു. അവളുമായുള്ള വീഴ്ചയെ പറ്റി അനുദപിക്കുന്നില്ലെങ്കിൽ അവളോടുകൂടെ വ്യഭിചാരം ചെയ്യുന്നവരെയും വലിയ ഞെരുക്കത്തിലേക്ക് ഞാൻ എറിയും. അവളുടെ മക്കളെ ആകട്ടെ മരണത്താൽ ഞാൻ ശിക്ഷിക്കും. ഹൃദയങ്ങളും മനസ്സുകളും പരിശോധിക്കുന്നവനാണ് ഞാനെന്ന് സകല സഭകളും അപ്പോൾ ഗ്രഹിക്കും. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവൃത്തികൾക്കനുസൃതം ഞാൻ പ്രതിഫലം നൽകും. ഇരുകരങ്ങൾ എത്തുന്ന ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. വ്യഭിചാര ദുർബോധം വിട്ടുപോട്ടെ. ഓരോ കുടുംബങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും എല്ലാ ജഡിക പാപങ്ങളുടെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ഫോൺ സെക്സിന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. മോശമായ ശ്വാസനം, ചുംബനം, ആലിംഗനം വിട്ടുപോട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശമായ വീഡിയോസ് കാണുന്ന സ്വഭാവം വിട്ടുപോട്ടെ. കൊറിയൻ ഡ്രാമ സീരീസ് കാണുന്ന സ്വഭാവം വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജഡിക പാപങ്ങളുടെ ദുരാത്മാവ് വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിക്കുക. ഏറ്റു പറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുകട്ടെ. സ്വയം പോകം സ്വർഗ്ഗപോകുന്ന ദുരാത്മാവ്, ഫോൺ വീഡിയോസ് കാണുന്ന സ്വഭാവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായ കരങ്ങൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ അഭിഷേകം നിറയട്ടെ. ചിന്തകൾ വിശദീകരിക്കട്ടെ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. രോഗത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. ശാപത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. ആത്മാവം ദൈവമേ അഗ്നിയായിക്കൂ. പാപത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. രോഗത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. ശാപത്തിൻ ശക്തിമേ നിൻ അഗ്നിയായിക്കൂ. ആത്മാവം ദൈവമേ എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ജഡിക പാപങ്ങളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. തെറ്റായ സ്നേഹബന്ധ പ്രേമബന്ധങ്ങളായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ ആത്മാവെ പിതാവായ ദൈവം, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവം, അമലോത്ഭവം പറയുമേ, മാലാഖമാര്, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിന് വിശുദ്ധരെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെ കയറണമേ. ഞങ്ങളെ ശക്തിപഥനെ സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട തിരത്തെ കടയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര ഗുണോത്രം ദുഷിദോഷ പൈശാചിക പീഡകൾ ബാധകൾ കൈവശങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ആരും ദൂരെ ഏറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങളിലേക്ക് വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ ചതിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമണി ചതിയനും അതിസാലും മികാർ അപായ ഗബ്രിയ മാനവന്മാരുടെ ശക്തമായ സാന്താ സംരക്ഷിച്ചാൽ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിന്റെ എല്ലാ തിരുമകളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണം തോന്നുന്ന മാനസിക ജാതി ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചവും പൈശാചികമായുള്ള സകല ബന്ധനം അതായി 4:10 ലൂക്ക 4:10 മർക്കോസ് 16:3 പിശാചിന്റെ പ്രവചനം നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മധ്യ വചന ശക്തിയ സകലവിധ പ്രകൃതിശോഭ ഇടിമിന്റെ ഇടിവെട്ട് നാശങ്ങൾ പുറപ്പു ദേശ വാസു വര തർക്ക കലകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികൾ ജഡികാതി വ്യാസി വചനാസക്തി സ്വയംഭോഗാസക്തി സ്വവർഗഭോഗാസക്തി തെറ്റായ ബന്ധങ്ങളെ സ്നേഹങ്ങൾ വ്യഭിചാര ദ്രുപത അഹങ്കാര അസൂയ അലസ മോഹം കോപകൊതി വിവാദരസ് ജോലിതരസ് വിൽപ്പനാസി യാത്രാസ പഠനസ് കോടതിസ് സാമ്പത്തിക കണ്ണുപോക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരേന്ദ്രിയങ്ങൾ ബാഹ്യതയും ചെറുതുവാൻ രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാപത്ത് കുറ്റബോധ ലജ്ജ തൊട്ടാവാഴി സ്വഭാവം വിശ്വാസപരവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധജീവികളുടെ ആക്രമണങ്ങൾ അതിന്റെ പിന്നെ പൈശാചികരിക്കും അന്ധകാര ശക്തി സാത്താൻ ശക്തി ദൂട്ടാ ശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു ഈശോയുടെ കുരിശിനെ ആട്ടി വായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ പേഴ്സ് വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ആലുലിയ 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 വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്നൊന്ന് വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് യേശുവിലേക്ക് നോക്കി കരങ്ങളടിച്ച് ആടി പാടി ആരാധിക്കുന്നു സകല തടസ്സങ്ങൾ മാറിപ്പോട്ടെ ജഡികാസക്തി വിട്ടുപോട്ടെ മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും
അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും മുൾച്ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും. അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. ആത്മാവം ദൈവമേ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. രോഗത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. ശാപത്തിൻ ശക്തിമേനിൽ അഗ്നിയയക്കൂ. ആത്മാവം ദൈവമേ അഗ്നി കൊണ്ട് നിറയട്ടെ. അഗ്നി കൊണ്ട് ഉറവിടണമേ. വാ തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ബന്ധനങ്ങൾ അഴിയുന്നവരെ സ്തുതിക്കുന്നു. കെട്ടുകൾ പൊട്ടുന്നവരെ സ്തുതിക്കുന്നു. രോഗങ്ങൾ മാറുന്നവരെ സ്തുതിക്കുന്നു. അടഞ്ഞ വാലുകൾ തുറക്കപ്പെടുന്നവരെ സ്തുതിക്കുന്നു. ചങ്ങലകൾ അഴിയുന്നവരെ സ്തുതിക്കുക. ദുഃഖം സന്തോഷമായി തീരുന്നവരെ സ്തുതിക്കുക. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നവരെ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവഭയം ദൈവഭയം നിറയട്ടെ. ദാമ്പത്യ വിശുദ്ധി പാലിക്കാൻ കൃപ ലഭിക്കട്ടെ. ദൈവഭയം നിറയട്ടെ. ദൈവഭയം നിറയട്ടെ. ദൈവഭയം നിറയട്ടെ. സ്തുതിക്കുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. ഓരല്ലോ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശാന്തമായ സ്വസ്ഥാനം തിരുന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും സ്തുതിക്കുന്നു. കുടുംബം ഒന്നിച്ചത് കാണുന്നവരൊക്കെ ശക്തമായി സ്തുതിക്കുക. വിശ്വാസത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 7 വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരു ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. 9 വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിച്ചോ. 9 വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആരോ പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ വാക്കാണ് പറയാം. പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് കേട്ട് ആ പപ്പയുടെ എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിൽ കർത്താവ് നിയോഗത്തിൽ ഇടപെടുന്നതായിട്ട് കർത്താവ് ശക്തമായ സന്ദേശം തരുന്നുണ്ട്. വായ്പുണ്ണുള്ളവർ പ്രാർത്ഥിക്കുക. വായ്പുട്ട് പരിപൂർണ്ണ സൗഖ്യമാണ്. ഈ വചനം ഏറ്റു പറഞ്ഞപ്പോൾ പരിപൂർണ്ണ സൗഖ്യം കർത്താവ് ഇതാ ആ വ്യക്തിക്ക് കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട്. വായ്പുണ്ണ് ആ വ്യക്തിയൊക്കെ ഇവിടേക്ക് വിളിച്ചു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരിക. മറിയാമയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ മലബന്ധം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചാലും നെഞ്ചിരിച്ചിൽ വരുന്ന ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അരക്കെട്ടിന് ശക്തമായ ചൊറിച്ചിൽ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കൈത്തണ്ടയ്ക്ക് ശക്തമായ വേദന കാരണം ജോലി ചെയ്യാനോ വെയിറ്റ് എടുക്കാൻ പറ്റാത്ത ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഷാരോണെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തിമിരമുള്ളൊരു വ്യക്തി അന്നമ്മ ആ വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ടോയ്ലറ്റിൽ വഴുതി വീണ് നടുവിലങ്ങി ശക്തമായ വേദന കാരണം നടക്കാൻ പ്രയാസമുള്ള ആൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ വയറുവേദനയുള്ളൊരു യുവാവിനെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മുട്ടിൻ്റെ ചിരട്ട തിന്നുന്ന അവസ്ഥ കർത്താവ് ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഹാർട്ട് ബ്ലോക്കുള്ള വ്യക്തിക്ക് ഓപ്പറേഷൻ കൂടാതെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസ പ്രാർത്ഥികേശ പറയുന്നു. ശരീരത്തിലെ ശക്തമായ നീർക്കെട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശത്ത് ജോലിയുള്ള ഒരു വ്യക്തിയുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. തോമസിൻ്റെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പൂർണ്ണ ഗർഭിണിയായ ഒരു മകളുടെ ചൊറിച്ചിൽ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി സ്റ്റോൺ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. മിനിയുടെ ശ്വാസമുട്ട് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തടസ്സം മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ചില മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുക. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് പിന്നെ പരസഹായം ഇല്ലാതെ നടക്കാൻ സാധിക്കാത്തൊരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. വാദത്തിൻ്റെ രോഗാവസ്ഥയുള്ള 9 പേർക്ക് ഈശോ സൗഖ്യം നൽകുന്നുണ്ട്. ആമവാദമുള്ളൊരു മകളെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മാൾട്ട എന്ന പേര് തരുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ അതുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്ക് സന്ദേശം തരുന്നു. പ്രിൻസി എന്ന മകളുടെ മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ നീര് വെച്ചിരിക്കുന്ന ലില്ലി എന്ന മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. അതിഭയങ്കരമായ ചിതൽ ശല്യമുള്ള ഒരു കുടുംബത്തിന് വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ ചെല്ലാൻ കർത്താവ് ആ ചിതൽ ശല്യമുള്ള കുടുംബത്തിന് സന്ദേശം നൽകുക. അതിശക്തമായ തലവേദന ഛർദി റിയ എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
കാനഡയിലായിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതിസന്ധി കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹത്തിന് ഏറ്റവും അടുത്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബം എന്നാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ഹാർട്ടിന് ഹോളുള്ള ഒരു കൈക്കുഞ്ഞിനെ ഈശോ സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കർത്താവ് സന്ദേശം നൽകുകയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഒരു പാർക്കിൻസൺസ് രോഗിയോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. കിഡ്നി സ്റ്റോൺ ഉള്ളവർ പ്രാർത്ഥിക്കുക. തോമസ് എന്ന മകൻ്റെ കിഡ്നി സ്റ്റോൺ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ശക്തമായി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. കോയമ്പത്തൂർ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ട്. ഒരു ഷോപ്പിൻ്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ സ്റ്റീഫന് കർത്താവ് സന്ദേശം നൽകുകയാണ്. ലൂസി എന്ന മകളുടെ വർഷങ്ങളായിട്ടുള്ള ഇയർ ബാലൻസിൻ്റെ രോഗം കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ഭക്ഷണത്തിൽ നിന്ന് അലർജി വരുന്ന മക്കൾ പ്രാർത്ഥിച്ചോ? സോന, ഡോളി ഈ പേരുകൾ തരുത്. അവരുടെ അലർജി രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിൽസൺ എന്ന മകൻ്റെ ഭവന നിർമ്മാണ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. സുനിതയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ശരീരത്തിൽ എന്നും നീർക്കെട്ടും വേദനയുമുള്ള മകളോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മസ്കറ്റിൽ നഴ്സായി വർക്ക് ചെയ്യുന്ന ഒരു മകളോട് ദശാംശം നൽകി ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ആൻസില എന്ന മകളുടെ ചെവിയിലെ പഴുപ്പ് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. പന്നിഫാം നടത്തുന്ന ജോൺസൺ എന്ന മകനോട് കുടുംബ പ്രാർത്ഥന മുടക്കരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. രക്തം കട്ട പിടിക്കാതിരിക്കാനായി എന്നും ഇഞ്ചക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നുണ്ട്. കൈക്കുഴ തെറ്റിയിരിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യത്തിന് അനുഗ്രഹിക്കുന്നു. ക്രിസ്റ്റോ, ബെന്നി, ഡേവിസ് ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കണ്ണാശുപത്രി പോകാനായി ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. ജ്യൂസ് കട നടത്തുന്ന ഒരു മകൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പൗലോസ് എന്ന മകൻ്റെ സ്ഥലവിൽപ്പനയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. പ്രിയങ്ക എന്ന മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ധന്യ എന്ന മകളെയും കുഞ്ഞിനെയും കർത്താവ് അനുഗ്രഹിക്കുന്നു. വയറ്റിൽ അൾസറുള്ള ബേബി എന്ന മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രത്തിൽ പഴുപ്പുള്ള എത്ര മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥയുള്ള ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഒരു റിട്ടയേർഡ് അധ്യാപികയ്ക്ക് ആനുകൂല്യങ്ങളും പെൻഷനും കിട്ടാനുള്ള തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. വർഷങ്ങളായിട്ടുള്ള സന്ധിവാദം കർത്താവ് സൗഖ്യം എനിക്ക് ഒരാളെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ എല്ലാവരും ആവശ്യപ്പെടുകയാണ്. ബാൽക്കണിയിൽ നിന്ന് തെന്നി വീണ് പരിക്ക് പറ്റിയ ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. പല മക്കളും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് സൗഖ്യം തരുന്ന കർത്താവ് സന്ദേശം നൽകുകയാണ്. സ്റ്റിറോയിഡ് അടങ്ങിയ മരുന്ന് ഉപയോഗിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മകളുടെ വിവാഹം നടക്കാൻ വേണ്ടി പ്രത്യേക നിയമം വെച്ച് ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ട്. ജയിലിലായിരിക്കുന്ന ഒരു സഹോദരന് മോചനം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വളർച്ചാ കുറവുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. 48 വയസ്സുള്ള ഒരു സഹോദരിയോട് മൂക്കുത്തി അഴിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എപ്പോഴും ചുണ്ട് വരണ്ടു പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. മെറിൻ എന്ന മകൾക്ക് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഡിറ്റോ എന്ന മകനോട് ശക്തമായി പ്രാർത്ഥിക്കാനും കൂടുതൽ ദൈവവിശ്വാസത്തിലേക്ക് ആഴപ്പെടാനും ഡിറ്റോ എന്ന വ്യക്തിക്ക് കർത്താവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കർത്താവ് വർഷിക്കുന്നവരത് സ്തുതിക്കുന്നു. ഷിയ റിയ 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 ഷിരിരിരിരിരിരും ഷിരിരിരിരിരിരും ഹാലലിയ ഹാലലിയ ഹാലലിയ. ഞാൻ ജോവാൻ സൈമൺ. ഞാൻ തലശ്ശേരി അതിരൂപതയിലെ വെളിമാനം ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ചെറുപ്പം മുതലേ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനൊരു 7-ലൊക്കെ എത്തിയപ്പോൾ, അത് 2018 എനിക്ക് അത് വളരെയധികം മൂർധന്യാവസ്ഥയിലെത്തി. അതായത് ഞാൻ എന്ത് കഴിച്ചാലും, വെള്ളം കുടിച്ചാൽ പോലും ഛർദ്ദിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ കൊണ്ടുപോയി കാണിച്ചു. പല മരുന്നുകളും കഴിച്ചു. ഒരു മാറ്റവും ഉണ്ടായില്ല. ഞങ്ങൾ എന്നിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കി. എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ മനസ്സിലായി എൻ്റെ ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ഇടയിലുള്ള വാൽവ് പോലൊരു സംഭവം ലൂസായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസ് കയറിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഛർദ്ദിക്കുക, അതങ്ങനെയാണ് സംഭവം എന്ന് മനസ്സിലായി. ഞങ്ങൾ എന്നിട്ട് പ്രകൃതി ചികിത്സ ചെയ്തു. പ്രകൃതി ചികിത്സ ചെയ്തപ്പം അതിന് ചെറിയൊരു കുറവ് വന്നെങ്കിലും പൂർണ്ണമായിട്ടത് മാറിയില്ല. മാത്രമല്ല ഗ്യാസുള്ള ഭക്ഷണം കഴിക്കുമ്പം, അതേപോലെ വിശന്നിട്ട് ഗ്യാസ് കയറി ഭക്ഷണം കഴിക്കുമ്പം ഒക്കെ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. പിന്നെ ചിക്കൻ, പരിപ്പ്, കടല, കേക്ക്, അങ്ങനെ ഗ്യാസുള്ള അത്യാവശ്യം ഭക്ഷണങ്ങളെല്ലാം എനിക്ക് കഴിക്കത്തില്ലായിരുന്നു. ദിവസം ഒരു 2-3 തവണയൊക്കെ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ചിക്കൻ കഴിക്കുന്ന ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനന്ന് ഫുള്ള് ഭയങ്കര വയറുവേദനയായിരിക്കും. അതേപോലെ ഫുൾ ഡേ ഞാൻ ഛർദ്ദിക്കുമായിരിക്കും. അതേപോലെ വയറ്റിലൊന്നും ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഛർദ്ദിക്കാനൊരു ടെൻഡൻസി അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ചിക്കൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തിമാർ എൽറുഹയിൽ ധ്യാനത്തിന് വന്നു. അപ്പോൾ അവരോട് കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ എന്നെ ദൈവം സുഖപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ജൂണിൽ ഞാൻ എൽറുഹയിൽ ധ്യാനത്തിന് വന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഛർദി അസുഖമായിട്ടുള്ള ഒരാളെ ദൈവം സുഖപ്പെടുത്തുന്നു. അത് ഞാൻ തന്നെയാണെന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. അങ്ങനെ അന്ന് ഇവിടെ രാത്രിയിൽ ചിക്കനായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. അന്ന് എനിക്ക് വളരെയധികം വിശക്കുകയും ഗ്യാസ് കയറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുന്നുള്ളൊരു സ്ഥിതി അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ചിക്കൻ കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. അപ്പോൾ എന്നാണെങ്കിലും ഞാനന്ന് ചിക്കൻ കഴിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ പല ദിവസങ്ങളിലും ചിക്കൻ ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. അതേപോലെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും ചിക്കൻ കഴിച്ചു. അതേപോലെ പല ഭക്ഷണങ്ങളും കഴിച്ചു, എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത. എന്നിട്ടൊന്നും എനിക്കൊരു പ്രശ്നവും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഛർദ്ദിച്ചുമില്ല.
ദൈവം എന്നെ പൂർണ്ണമായി സൗഖ്യപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, മറ്റൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ ഇന്ന് കേട്ടത്. 7ാം ക്ലാസ് മുതലുള്ള ഈ ഗ്യാസ് ട്രബിൾ, അതിനെ തുടർന്ന് ഭക്ഷണം കഴിച്ചാൽ, പ്രത്യേകിച്ച് ഈ കോഴിയിറച്ചി അല്ലെങ്കിൽ ചിക്കൻ കഴിച്ചാൽ അപ്പം ഛർദ്ദിക്കുന്ന അവസ്ഥ, അതാണ് ആ മകൾക്ക് വർഷങ്ങൾക്ക് ശേഷം ഒത്തിരിയേറെ ചികിത്സ ചെയ്തിട്ട് മാറാതിരുന്ന രോഗം. ഇവിടെ താമസമുള്ള ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുമ്പോൾ കർത്താവ് ഈ അൽത്താരിൽ നിന്ന് ഇറങ്ങി വന്ന ആ മകളെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. പൂർണ്ണ സൗഖ്യം ആ മകൾക്ക് ലഭിക്കുകയാണ്. വർഷങ്ങളായിട്ടുള്ള രോഗപീഠകളാണ് കർത്താവ് സൗഖ്യപ്പെടുത്തുക. ജന്മനാന്തനായവനെ കർത്താവ് സുഖപ്പെടുത്തിയതുപോലെ, അല്ലെങ്കിൽ 38 വർഷം തളവാദ്യം പിടിപെട്ട ആൾക്ക് സൗഖ്യം കിട്ടിയതുപോലെയുള്ള സൗഖ്യങ്ങളാണ് കർത്താവ് വർഷിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. അങ്ങനെയുള്ള സൗഖ്യങ്ങൾ കർത്താവ് ഈ വചന ശുശ്രൂഷ സമയത്ത് നമ്മൾ വചനം ഏറ്റു പറയുമ്പോൾ തന്നെ സൗഖ്യമുണ്ട്. അതാണ് ഇപ്പോൾ നമ്മളിവിടെ വിളിച്ച് പറയുന്നതും വെളിപ്പെടുത്തുന്നതും. അത് ഓൾറെഡി പറയുന്നു, സംഭവിക്കുന്നു. ഇപ്പോൾ വായ്പുണ്ണ് മാറി, അത് അവിടെ ദൈവം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ സൗഖ്യം തിരിച്ചറിഞ്ഞ് നിങ്ങളത് സാക്ഷ്യപ്പെടുത്തി യേശുവിൻ്റെ ഒരു സാക്ഷിയായി ഈ മകളെപ്പോലെ മാറണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. സൗഖ്യവും അനുഗ്രഹങ്ങളും തിരിച്ചറിയുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ കടന്നു വരുന്ന ആ കടന്നുവരവിൻ്റെ അടയാളങ്ങൾ അത് ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് സാക്ഷ്യപ്പെടുത്തുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുക. നമുക്ക് ഈശോയുടെ സന്നിധി മുട്ടുകൾക്കെത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മളിപ്പോൾ ഏറ്റു പറഞ്ഞ വചനങ്ങളും നമ്മൾ കേട്ട എല്ലാ സാക്ഷ്യത്തിലൂടെ കിട്ടിയ ബോധ്യങ്ങളൊക്കെ ആ വിശ്വാസം ഏറ്റു പറഞ്ഞ് ശക്തമായിട്ട് എല്ലാവരും രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് അനുഗ്രഹം ചോദിച്ച് വാങ്ങിക്കൊണ്ടൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചു. ഹല്ലേലൂയ. അനുഗ്രഹം കിട്ടാൻ ആഗ്രഹിച്ച് സ്തുതിക്കുക. ശിരിരിരിരി പോരാ പോരാ പോരാ. ശിരിരിരി പുതിയ തീരുമാനങ്ങൾ സ്തുതിക്കും. ശിരിരിരിരി ശക്തമായി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.